കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ. ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കുന്ന സമയത്ത് എന്റെ കൂടെ വളരെ സന്തോഷം. ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത്, ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിയേറ്ററിലേക്ക് ഓടി വന്നു ആ നടനെ ഇവിടുന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയ ഒരു സിനിമയാണ് ചില മുജ്ജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത്. എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സിനിമ എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയാണ്. നമുക്ക് പല സമയത്തും നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ വാക്കുകളിൽ നിന്നാണ് ചിലപ്പോ ചില മുജ്ജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല. ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി. എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചത്. കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയാണ്. ആ സിനിമയ്ക്ക് എന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് രാമലീല. ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത്, ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിയേറ്ററിലേക്ക് ഓടി വന്ന് ആ നടനെ ഇവിടുന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയ ഒരു സിനിമയാണിത്. അതുപോലെ തന്നെ ഈ 150ാമത്തെ സിനിമ ഇവിടെ പറയണ്ടേ, എന്റെ 100ാമത്തെ സിനിമ കാര്യസ്ഥനായിരുന്നു. ആ സിനിമയിലും എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിദ്ദിഖാണ്. എന്റെ 150ാമത്തെ സിനിമയിലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് സിദ്ദിഖ് തന്നെയായിട്ട് എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. ഞാനിടയ്ക്ക് പല സിനിമകളും ഞങ്ങൾ അങ്ങനെ അച്ഛൻ മകൻ, ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് മൊത്തം കയ്യിൽ നിന്ന് പോയി ഒരു രീതി നടക്കുന്ന ബാലം വക്കീലില്ല എന്റെ അച്ഛൻ. അപ്പൊ ഞാനിടയ്ക്ക് ഫോണിൽ അച്ഛാ എന്ന് പറഞ്ഞ വിളിക്കണേ. അങ്ങനെ ഒരു ചില ബന്ധങ്ങൾ ഉണ്ടാവുന്നു. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഈ സിനിമയെ വലിയ വിജയത്തിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും തരുന്ന ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു. എനിക്കൊരു അപേക്ഷ ഉള്ളത്, എങ്ങനെയാണെങ്കിലും എടുക്കാം, ഇത് റിക്വസ്റ്റാണ്, ഒന്നുമില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ. ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കുന്ന സമയത്ത് എന്റെ കൂടെ നോക്കി വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി.